IPL വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പോലീസിന്റെയും RCBയുടെയും ഇവന്റ് മാനേജ്മെന്റിന്റെയും തലയിൽ കെട്ടിവെച്ച് കൈകഴുകി ഓടാൻ ശ്രമിക്കുന്നു കർണാടക സർക്കാർ. ആഘോഷ പരിപാടികൾക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന് രേഖാമൂലം കമ്മീഷണർ RCB CEOയെ അറിയിച്ചില്ല. ആളുകൾ കൂടാൻ കാരണം RCBയുടെ പിഴവെന്നാരോപിച്ച സർക്കാർ ബംഗളൂരു നഗരത്തിൽ നിന്ന് ഈ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി ഈ നഗരത്തിൻ്റെ വിരിമാറിൽ നിന്നാണ് മുഹമ്മദ് റഹീസ് തത്സമയം ചെയ്തു. റഹീസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് നടത്താൻ പാടില്ല എന്ന രീതിയിൽ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി ജനങ്ങൾ പ്രകോപിതരാണ്. എന്നാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കുറച്ച് പണം നൽകാമെന്ന ഓഫറുമായി രംഗത്ത് വരുമ്പോഴും ഈ മരിച്ചുപോയവരുടെ കണ്ണീര് അതിന് ആര് മറുപടി പറയും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. പറയൂ റഹീസ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് SKN. എന്നും ആരാധകർക്കൊപ്പം എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ പണം നൽകും എന്ന് തീരുമാനിച്ച് ആ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന് താഴെ RCBയുടെ ഹാർഡ് കോർ ആരാധകർ നൽകുന്ന കമൻറ്റുകൾ, അവരുടെ പ്രതികരണം അത് മനസ്സിലാക്കും എത്രത്തോളം രോഷം അവർക്കുള്ളിലുണ്ട് എന്ന്. കാരണം ടീമിനെ ഇത്രയും നാൾ അത്രയും സ്നേഹിച്ച് കൂടെ നിന്ന 11 പേർ പുറത്ത് മരിച്ചു കിടക്കുമ്പോഴാണ് അവർ ആഘോഷത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം അത് ഈ പ്രധാനപ്പെട്ട താരങ്ങളുടെ അക്കൗണ്ടുകളിലടക്കം കമൻറ്റുകളിലായും അവരുടെ പ്രതിഷേധമായും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടെ സർക്കാരിൻ്റെ ഒരു മലക്കം മറിച്ചിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ചർച്ചയാകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പോലീസിനെ ചേർത്തു പിടിച്ച് ഒരു തെറ്റും അവർക്കുണ്ടായില്ല എന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തന്നെ പറഞ്ഞ് രംഗത്തെത്തുകയും എന്നാൽ 24 മണിക്കൂർ തികയും മുൻപ് കമ്മീഷണർ അടക്കമുള്ള 5 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ കമ്മീഷണർ അടക്കം ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ്, വിശ്വസ്തരാണ്. അവരെ അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിൽ വലിയ വിമർശനമാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പല മന്ത്രിമാരും ഉന്നയിച്ചത്. അതിൽ DK ശിവകുമാറിന് അടക്കം വിമർശനം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ അതൊരു സർക്കാർ തലത്തിൽ വീണ്ടും DK ശിവകുമാർ സിദ്ധരാമയ്യ പോരാട്ടത്തിന് കൂടിയൊക്കെ കളമൊരുങ്ങും. എന്തായാലും ഇപ്പോൾ RCBയും ഒപ്പം തന്നെ ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ടീം, ആ ടീമിനെയും ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെയും പ്രതിസ്ഥാനത്ത് നിർത്താനാണ് കൂടുതലായിട്ടും സർക്കാർ ശ്രമിക്കുന്നത്. അതിൽ RCBയുടെ പ്രതിനിധി, അതായത് CEO തന്നെ നേരത്തെ ഈ ഒരു പോലീസിന് കത്തയച്ചിരുന്നു ഇങ്ങനെ വിക്ടറി പരേഡ് നടത്തണമെന്ന ആവശ്യവുമായിട്ട്. പക്ഷേ കമ്മീഷണർ അതിന് കൃത്യമായി ഒരു രേഖാമൂലം മറുപടി നൽകിയിട്ടില്ല, നടത്താൻ കഴിയില്ല എന്നുള്ള മറുപടി നൽകിയിട്ടില്ല എന്നുള്ള കണ്ടെത്തലാണ് പോലീസിനെതിരെ ഗുരുതരമായിട്ടും ഇപ്പോൾ സർക്കാർ ആരോപിക്കുന്നത്. മാത്രമല്ല ഈ സിറ്റുവേഷൻസ് ഒക്കെ ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ അത് സർക്കാരിനെ അറിയിക്കണം. ആ ഒരു അറിയിപ്പ് കൃത്യമായി സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് ഈ നടപടികളുടെ ഒക്കെയും അടിസ്ഥാനം. RCBയെ കൂടി വലിയ തോതിൽ സർക്കാർ വിമർശിക്കുന്നുണ്ട്. അതായത് ടിക്കറ്റ് ഇല്ലാതെ, പാസുകൾ വെക്കാതെ എല്ലാവരും ഇങ്ങ് ആഘോഷത്തിന് എത്തിക്കോളൂ എന്നുള്ള രീതിയിൽ അവർ ഒരു വലിയ ആഹ്വാനം നടത്തുമ്പോൾ RCB പോലുള്ള ഒരു ടീമിൻ്റെ ആരാധകർ ഇരച്ചെത്തും. അത് ബംഗളൂരുവിൽ നിന്ന് മാത്രമല്ല, കർണാടകയിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ നേരുന്നു. മാത്രമല്ല ഇന്നലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.